35ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് തുടക്കം കുറിച്ചത് അതിമനോഹരമായ സ്വാഗത ഗാനത്തിലൂടെ. കുന്നംകുളത്തിന്റെ പ്രൗഢമായ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന വരികളിലൂടെയാണ് കലോത്സവ വേദിയിലേക്ക് മത്സരാർത്ഥികളെയും മറ്റുള്ളവരെയും സ്വാഗതം ചെയ്തത്. പൊന്നാനി സ്വദേശിയും കവിയും ഗാനരചയിതാവുമായ രുദ്രൻ വാര്യത്തിന്റെ തൂലികത്തുമ്പിൽ നിന്നും പിറവിയെടുത്ത വരികളിൽ ശുദ്ധ സംഗീതത്തിന്റെ മേമ്പൊടി ചാലിച്ചാണ് സംഗീത സംവിധായകൻ സുന്ദർ പുന്നയൂർകുളം സ്വാഗതഗാനം ഒരുക്കിയത്. സ്വാഗതമേകുന്നു സുന്ദരമീ കുന്നംകുളത്തിന്റെ മണ്ണിലേക്ക്, സൗകുമാര്യത്തിന്റെ മുകുളങ്ങളെ സ്നേഹമായി സ്വാഗതം സ്വാഗതം എന്ന വരികളിലൂടെയാണ് സ്വാഗതഗാനം ആരംഭിക്കുന്നത്. നിരവധി വർഷങ്ങളായി ഈ രംഗത്തുള്ള രുദ്രൻ വാര്യത്ത് നിരവധിയായ ഗാനങ്ങളും കവിതകളും എഴുതി തന്റെ പ്രതിഭ തെളിയിച്ച കലാകാരനാണ്. രുദ്രൻ വാര്യത്തിന്റെ വരികൾക്ക് അനുയോജ്യമായ ഈണങ്ങൾ നൽകി സുന്ദർ പുന്നയൂർകുളം ഗാനത്തെ മികവുറ്റ രീതിയിലേക്ക് എത്തിക്കുകയായിരുന്നു. 35ാമത് ജില്ലാ കലോത്സവത്തിന്റെ സ്വാഗതഗാനം രചിക്കുകയും അതിനെ ഈണം നൽകുകയും ചെയ്ത രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഇവരെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഈ ഗാനം രചിച്ചത് പൊന്നാനി സ്വദേശിയായിട്ടുള്ള രുദ്രൻ വാര്യത്താണ്. സർ, അജിത ടീച്ചറാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ സ്വാഗതഗാനം എഴുതണമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ സമീപിച്ചു. എല്ലാവരും കൂടിയിട്ട് അത് വളരെ ഭംഗിയായിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം നൽകുന്നു. ഇതിൻ്റെ ആശയം എങ്ങനെയൊക്കെയാണ് അത് കിട്ടുന്നത്? നമ്മളിപ്പോൾ ഓരോ പ്രദേശത്തും വെച്ച് നടത്തുമ്പോൾ ആ പ്രദേശത്തെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ആദ്യം പഠിക്കും, എന്നിട്ടാണ് നമ്മൾ ഈ ഇത് എഴുതുന്നത്. ഈ മനോഹരമായ ഗാനത്തിൻ്റെ ഈണം നൽകിയിട്ടുള്ളത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള സുന്ദർ പുന്നയൂർകുളമാണ്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി അദ്ദേഹം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇതിനെ ഒരു ഈണം നൽകുമ്പോൾ സുന്ദരേട്ടൻ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? ഇത് നമ്മൾ സാറ് പറഞ്ഞ പോലെ നമ്മൾ വരികൾ ഒരു 3-5 പ്രാവശ്യം വായിച്ചു നോക്കും. നമുക്ക് അതിലേക്ക് ആപ്റ്റാവുന്ന കുറേ നമ്മൾ പരീക്ഷിച്ച് നോക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈണം ചെയ്തത് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഇഷ്ടപ്പെടണം. നമുക്ക് ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ ആ തരത്തിലേക്ക് പല രാഗങ്ങളും നമ്മൾ പരീക്ഷിച്ച് നോക്കും. പിന്നെ അതിന് തുടർച്ചയായി പിന്നെ അറിയാതെ നമ്മളാണ്ട് അതിലേക്കാണ്ട് വന്നു ചേരും. എന്തായാലും ഒരു മനോഹരമായ ഗാനത്തിൻ്റെ പിറവിക്ക് പിന്നിലുള്ള രണ്ട് മഹത് വ്യക്തിത്വങ്ങളാണ് ഇരുവരും. തുടർന്നുള്ള കലോത്സവങ്ങളിലും അതുപോലെ തന്നെ ചലച്ചിത്ര മേഖലയിലും മറ്റു മേഖലകളിലും ഇവരുടെ സൃഷ്ടികൾ കൂടുതൽ പിറവിയെടുക്കട്ടെ, കൂടുതൽ സംഗീത മേഖലയിലും രചനാ മേഖലയിലും കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഗാനത്തിന്റെ പല്ലവിയും അനുപല്ലവിയും ശുദ്ധ സാവേരി രാഗത്തിലും, ആദ്യ ചരണം ബിലഹരി രാഗത്തിലും, അവസാന ചരണം വല്ലച്ചി രാഗത്തിലുമായാണ് സുന്ദർ പുന്നയൂർകുളം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. റവന്യൂ ജില്ലയിലെ വിവിധ ഉപജില്ലകളിൽ നിന്നുള്ള 42 സംഗീത അധ്യാപകരാണ് ശ്രുതിലയ മധുരമായി ഗാനാലാപനം നടത്തിയത്. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത കാണികൾ നിറഞ്ഞ കയ്യടികളോടെയാണ് സ്വാഗതഗാനത്തെ വരവേറ്റത്. ടീം CCTV.